മലയാളിയെ പൊട്ടിച്ചിരിപ്പിച്ച ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ ഷാഫി അന്തരിച്ചു. 56 വയസ്സായിരുന്നു. തലച്ചോറിൽ രക്തസ്രാവത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെ 12:25 അന്ത്യം. വിജിതയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. വിജിത, എന്തായാലും സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരടക്കം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ. പോലെ തന്നെ മലയാളികൾക്ക് ചിരിക്കുടുക്കയുടെ അല്ലെങ്കിൽ ചിരിമഴയുടെ വസന്തം സമ്മാനിച്ച സംവിധായകൻ ഷാഫിയുടെ അദ്ദേഹത്തിന്റെ പൊതുദർശനം കലൂരിലെ ബാങ്ക് ഹാളിൽ ഉണ്ടായിരുന്ന പൊതുദർശനം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് ഇനിയുള്ള ചടങ്ങുകൾക്കായി, സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് ശേഷം തന്നെ അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി തന്നെ സംസ്കാരം നടക്കും എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ പുലർച്ചെ 12:30 കൂടിയാണ് ഷാഫി മരിക്കുന്നത്. ചെറിയ ഒരു തലവേദന കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് രക്തസ്രാവത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. തുടർന്നാണ് അദ്ദേഹത്തിനെ ഈ ഒരു 7 ദിവസത്തോളം ഗുരുതരാവസ്ഥയിലാണ് ഷാഫി ഉണ്ടായിരുന്നത്. തുടർന്നാണ് ഇന്നലെ മരണം സംഭവിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരടക്കം ഇന്നലെ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിനടുത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. 9 മണിയോടെ അവിടെ നിന്നും 9 മണിയോടെ അവിടെ നിന്നും ബാങ്ക് ഹാളിലേക്ക് മൃതദേഹം മാറ്റുകയായിരുന്നു. തുടർന്ന് പിന്നെ അവിടെയാണ് പൊതുദർശനം ഉണ്ടായിരുന്നത്. അവിടത്തെയും പൊതുദർശനം കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നു സംസ്കാര ചടങ്ങുകൾക്ക് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ കഴിയുന്നത്. പറഞ്ഞതുപോലെ തന്നെ മലയാളികൾക്ക് ചിരിക്കുടുക്ക അല്ലെങ്കിൽ ചിരിമഴ സമ്മാനിച്ച ആളുകളുടെ പ്രിയപ്പെട്ട സംവിധായകനാണ് മരിച്ചത്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി സിനിമ സാംസ്കാരിക രംഗത്തെ ഒക്കെ തന്നെ പ്രമുഖരായ ഒരുപാട് പേരാണ് വന്നിട്ടുണ്ടായിരുന്നത്. സിദ്ദിഖ് ലാൽ, അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രമുഖരായിട്ടുള്ള കലാകാരന്മാരും അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും എല്ലാം തന്നെ തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ ഒരു നോക്ക് കാണാനായി എത്തിയിരിക്കുന്നത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കണ്ടതാണ്. അവരുടെ എല്ലാം വിഷമങ്ങളും അല്ലെങ്കിൽ അത്രയും പ്രിയപ്പെട്ട ഒരു കലാകാരന് വിട നൽകിയിരിക്കുകയാണ് സാംസ്കാരിക കേരളം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇനി 2 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ എന്നുള്ള ഒരു കാര്യമാണ് പറയാൻ കഴിയുക. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 18 സിനിമകളോളമാണ് ഷാഫി സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൽ ഏത് സിനിമകൾ എടുത്തു കഴിഞ്ഞാലും അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചത് ഹിറ്റുകളുടെ പെരുമഴ തന്നെയാണ്. പ്രധാന കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ ഹാസ്യ കഥാപാത്രങ്ങൾക്കും സ്ഥാനം നൽകിക്കൊണ്ട് ചിത്രീകരിച്ച കഥയ്ക്ക് കാമ്പുള്ളതുപോലെ തന്നെ ഹാസ്യ കഥാപാത്രങ്ങൾക്കും ഓരോ സിനിമയിലും കാമ്പുണ്ടാക്കി കൊടുത്ത അല്ലെങ്കിൽ കാമ്പുള്ള സിനിമകൾ മലയാളിക്ക് തന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹത്തെ ഓർത്തിരിക്കാൻ നമുക്ക് ഒരുപാട് സിനിമകൾ ബാക്കിയാണ്. ഇന്നും കാണുമ്പോൾ പുതുമ തോന്നിക്കും വിധം തന്നെ ചിത്രീകരിച്ചു വച്ച, ഇന്നും കാണുമ്പോൾ പുതുമ മാത്രം തരുന്ന രീതിയിൽ സിനിമകൾ ഉണ്ടാക്കിയെടുത്ത സംവിധായകനെ ഓർക്കാൻ നമുക്കതെല്ലാം തന്നെ ഒരിക്കലും അദ്ദേഹം ഈ ലോകം വിട്ടു പോവുകയാണെങ്കിൽ പോലും അദ്ദേഹത്തെ നമുക്കൊരിക്കലും ആ സിനിമയിലൂടെ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയാൻ കഴിയുക. എന്തായാലും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് ശേഷം തന്നെ നടക്കും എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ കഴിയുന്നത്. ഒത്തിരി പേരാണ് അവസാനമായി തൻ്റെ ഗുരുസ്ഥാനീയനായിട്ട് ഷാഫിയെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തെ കാണാനൊക്കെയായി ഒരുപാട് പേരാണ് പൊതുദർശനത്തിന് എത്തിച്ചേർന്നിരുന്നത്. ഭദ്ര, മലയാളിയെ പൊട്ടിച്ചിരിപ്പിച്ച ഹിറ്റ് സിനിമകളുടെ സംവിധായകനായിരുന്നു ഷാഫി. 56 വയസ്സിലാണ് അദ്ദേഹം വിട പറയുന്നത്. തലച്ചോറിൽ രക്തസ്രാവത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കല്ലൂർ കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിജിത.